പപ്പായ തോരൻ. തോരനാണ്. പപ്പായ പച്ചപ്പപ്പായ എടുത്ത് കട്ടിയത് സവാളയും ഇട്ട് പപ്പായയും സവാളയും കൂടെ തോരൻ വയ്ക്കുന്നതാണ്. കടുകും ജീരകവും മുളകും, വറ്റൽമുളക്, കടുക്, ജീരകം, മുളക്, കടുക്, ജീരകം, ഉഴുന്ന് ഇത്രയും ഇട്ട് മൂത്തു. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഇടാം. പപ്പായ സവാളയും കൂടെ കട്ട് ചെയ്ത് അതിൽ കൂടെ ഞാൻ 2 വെളുത്തുള്ളി, ആവശ്യമുള്ള വെളുത്തുള്ളി ഞാൻ അരച്ചെടുക്കുന്നില്ല, രാവിലെ ചോറ് കിട്ടാൻ സമയമാവണ്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഇതിൽ കൂടെ ഇട്ട് പൊടിക്കും, തോരൻ്റെ ഇതിൽ കൂടെ ഇട്ട് കട്ട് ചെയ്തെടുക്കും. അതിൽ കൂടെ കറിവേപ്പില ഇട്ടിട്ടുണ്ടേ. അതിലേക്ക് ഉപ്പ്, അതിൽ കുറച്ച് ഉപ്പിടണേ. ഉപ്പിട്ട് ഇളക്കണം. ഉപ്പ് നേരത്തെ ഇട്ടാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. തേങ്ങ, 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിന് ശകലം കൂടി ഇട്ടിട്ടുണ്ട്, ചെറിയൊരു സ്പൂണാണ്. അത് കഴിഞ്ഞിട്ട് ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് പെട്ടെന്നാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്യണത്, അരക്കത്തില്ല. എല്ലാവരും തോരനൊന്നും ചതച്ചെടുക്കും, നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ അത് അരഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഇട്ടിട്ട് ഇളക്കി. പപ്പായ തോരൻ നല്ല ടേസ്റ്റാണ്, സവാളയും കൂടി ഇട്ട് അടിപൊളിയാണ്. ഇതിൽ ഇഞ്ചി ഇട്ട് വയ്ക്കാം വെളുത്തുള്ളിക്ക് പകരം, പക്ഷേ കുട്ടികൾ കഴിക്കത്തില്ല, അതിൻ്റെയൊക്കെ ചുവ വന്ന്. രാവിലെ സ്കൂളിൽ വിടുന്ന തിരക്കാണ്. അപ്പം ഈ ദോശ ഇല്ല, സമയം പോകുന്നു. കഴിഞ്ഞല്ലോ ഇവിടെ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണിത്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പപ്പായ തോരൻ, അതിൽ സവാള ഇടണം. അപ്പോൾ നല്ല കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാനാണ്. അപ്പോൾ പപ്പായ മാത്രം ഇട്ട് വെച്ചാലും മതി, പക്ഷേ ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഓക്കെ. അപ്പോൾ ഇതിൽ വെളുത്തുള്ളിക്ക് പോലെ ഇഞ്ചി ഇടുന്നവരുണ്ട്, അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കുക നിങ്ങൾ. ഞാൻ ഇഞ്ചി ഇട്ട് എൻ്റെ മക്കൾ കഴിക്കത്തില്ല, അതുകൊണ്ടാണ് വെളുത്തുള്ളി തന്നെ ഇടുന്നത്. ഇതിൽ വേണ്ടത് മുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില. ബാക്കി എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയും പപ്പായയും കൂടെ അരിഞ്ഞ് തോരനാക്കുക. ദയവ് ചെയ്ത് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം, ദയവ് ചെയ്ത് ലൈക്ക് തരണം, കമൻറ്റും തരണം. ഓക്കെ, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും ലൈക്കുമാണ് ഞങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ പേർക്കും നന്ദിയുണ്ട് എൻ്റെ വീഡിയോ കാണുന്നതിന്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.